ഹലോ ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ, അതായത് ഇന്ന് 22/1/25 കഥ. അപ്പോൾ എന്താണ്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് അബി ഇറക്കിയും കൊണ്ട് വരണം എല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ട് അയാളെ പേർക്ക് വേണമെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാമായിരുന്നു, പക്ഷേ ഇവന് രണ്ട് കെട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. കിട്ടിയത് നന്നായി. അയ്യപ്പസ്വാമി ഒരു പക്ഷേ ആ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ വന്നിട്ട് ഇവനെ രണ്ട് കൊടുത്തതാണെങ്കിലും ഇവനുള്ള ശിക്ഷ കൊടുത്തതാണെങ്കിലോ എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ അത് കഴിയുമ്പോൾ അവൻ പറയുക, ഞാൻ 4 മണിക്ക് നീച്ചത് കാട്ടുകൂടെ നടക്കുമായിരുന്നു, ആനയും പുലിയൊക്കെ ഉള്ള കാട്ടുകൂടെ നടക്കുമായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയും. എന്തായാലും നിൻ്റെ കയ്യിലിരിപ്പോൾ അത്ര ശരിയല്ല, എപ്പോഴും പറഞ്ഞിട്ടുണ്ട് തന്നെ നിന്നോട് മലയ്ക്ക് മാലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്രതശുദ്ധിയോടുകൂടി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്, നീ എന്താ പക്ഷേ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശം പറയുക, ഇവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അറിയുമ്പോൾ ആദർശൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ അബി. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ കാറിൽ കയറി പോവുക. ഇവിടെ നിന്നിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കാറിൽ കയറുകയാണ്. പിന്നെ അനന്തപുരിയിൽ മുത്തശ്ശൻ സംസാരിക്കുകയാണ്. അപ്പോൾ ജലജയും ദേവയാനിയും മറ്റേ നമ്മളുടെ ജാനകിയും ഒക്കെ ഉണ്ട്. അപ്പോൾ മുത്തശ്ശിയും കൂടി നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ശബരിമലയ്ക്ക് മാലട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വ്രതശുദ്ധിയോടുകൂടി ഇരിക്കണം എല്ലാവരും എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ, അതേ ജലജയ്ക്കറിയും, അതെ ഇവിടുത്തെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം വ്രതശുദ്ധിയോടുകൂടി ഇരിക്കണം, പക്ഷേ ഇവിടെ അതല്ലല്ലോ നടക്കുന്നത് എന്ന് പറയും. അപ്പോൾ പറയാം, എന്താ ഈ വീട്ടിലെ പെണ്ണല്ലേ നീ എന്ന് ചോദിക്കും മുത്തശ്ശൻ. അപ്പോൾ എല്ലാവരും കണക്കാണ്, കാരണം അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചും കാര്യങ്ങളും വ്രതശുദ്ധിയോട് കൂടി ഇരിക്കണ്ടേ, അതെന്തായാലും ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ മുത്തശ്ശന് അതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവർ വരും കാറിൽ കേട്ടോ. മറ്റേ നമ്മളുടെ അമ്പലത്തിൽ പോയി മലയ്ക്ക് പോയ ആളുകൾ വീട്ടിലെത്തണം. അപ്പോൾ മുത്തശ്ശൻ പറയും, മലയ്ക്ക് പോയി വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ വരികയാണ്. വന്നിട്ട് പറയും, എല്ലാം ഭംഗിയായി നടന്നു അല്ലേ എന്ന് പറയും. ഭംഗിയായി നടന്നു, ഇവൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തിരി പ്രശ്നം ഉണ്ടായത് അറിയാം, അത് പിന്നെ നമുക്ക് അറിയുന്നതല്ലേ എന്ന് പറയും. അപ്പോഴേക്കും നവ്യയും കൂടെ വരും. നവ്യ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ പറയും, നീ എന്താണ് വ്രതം ശരിക്കും എടുത്തിട്ടില്ല എന്ന് ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവളെ ഇങ്ങനെ നോക്കുകയാണ്. അബിയ പറയും, നീ നോക്കൊന്നും വേണ്ട, ഞാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ പറയും, ദേവയാനിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും എടുക്കണമെന്ന് നീയാണ് ആദ്യം സമ്മതിച്ചത്, എന്നിട്ട് നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കാൻ. അപ്പോൾ ഇവളുടെ ഒന്നും തലയ്ക്ക് വെളിവില്ല ഇത് പറയാണ് ജലജ. എൻ്റെ തലയ്ക്കല്ല വെളിവില്ലായിരിക്കുക, നിങ്ങളുടെ തലയ്ക്കാണ്. എനിക്ക് വെളിവുള്ളതുകൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ മകനും ഇതുപോലെ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇവനല്ലേ എനിക്ക് വേണ്ടിയിട്ട് ശയനപ്രദക്ഷിണ നടത്തുകയാണ്, ഒരിക്കലെടുക്കണം എന്നൊക്കെ പറയണത് മുഴുവൻ കള്ളങ്ങളാണ്, പ്രവർത്തിക്കുന്നതും കള്ളങ്ങളാണ് എന്നറിയുമ്പോൾ പിന്നെ അവൻ പറയും, ഞാൻ കുറേ കഷ്ടപ്പെട്ടു മുത്തശ്ശ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവസാനം മുത്തശ്ശൻ പറയും, നവ്യയുടെ മോളെ അവനെ പിടിച്ചോണ്ട് പോകും, മുടന്നി വന്നിരിക്കുകയാണ്, കൊണ്ട് പിടിച്ചോണ്ട് പോകുമെന്ന് പറയുകയാണ്. അങ്ങനെ നവ്യയെ പിടിച്ചും കൊണ്ട് പോകും. അപ്പോൾ പറയും അപ്പോൾ ആദർശം പറയും, എല്ലാവരും വന്ന് കുളിച്ച് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ അവൻ പറയും, എനിക്ക് ഒരിടം വരെ പോവാണ്ട് എന്ന് പറയും ആദർശ്. അപ്പോൾ ജലജ എടുത്ത് വയ്ക്കും, ഭാര്യയെ കാണാൻ പോകാനാണേ എന്ന് പറയും. അപ്പോൾ പറയാനെന്താ, ഭാര്യയെ കാണാൻ പോയാൽ എന്താണെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. പിന്നെ അമ്മയ്ക്കുള്ള അതേ ഇത് ഭാര്യയ്ക്കും ഉണ്ട്, അതിനെന്താ പോകേണ്ടത്, ഒന്നാമത് ആ കുട്ടി ഇങ്ങനെ ഔഷധയിൽ ഇരിക്കുന്ന സമയത്ത് തീർച്ചയായും പോയി കാണേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ, അവൾക്കെന്താ അത്ര വലിയ അവശത എന്ന് ചോദിക്കുകയാണ് എന്നറിയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കും. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അവശത സുഖമില്ലാണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ ഇതൊക്കെ ഇറക്കി ഭാര്യയെ ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാം എന്നൊക്കെ ഇങ്ങനെ അജയനും പറയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ജാനകി വന്നിട്ട് അനീനോട് ചോദിക്കും, മോനെ നിന്നെ അനാമിക മോള് വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും. പിന്നെ പലവട്ടം വിളിച്ചു, എന്നെ മാത്രമല്ല അയ്യപ്പസ്വാമിനെയും വിളിച്ചു, ഞാൻ സന്നിധാനത്ത് ചെന്ന സമയത്ത് അയ്യപ്പസ്വാമി എന്നോട് പറയുന്നു, നിൻ്റെ ഭാര്യ എന്നെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. മതിയോ എന്ന് വയ്ക്കും ദേഷ്യം പിടിച്ചിട്ട്. എന്നിട്ട് അങ്ങനെ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ പിന്നെ അകത്തേക്ക് പോവാണ്. അപ്പോൾ അപ്പോൾ ദേവയാനി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജലജ പറയുക, കണ്ടോ എടുത്തി, അമ്മയുടെ കൂടെ ഇരിക്കാനല്ല അവന് ധൃതി, അവൻ്റെ ഭാര്യ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ധൃതി, ഭക്ഷണം കൂടെ കഴിക്കേണ്ടവന് ഇപ്പോൾ അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയുക. അപ്പോൾ ഇവളിങ്ങനെ ഒരു നിർവികാര ഭാവമാണ് നമ്മളെ ദേവയാനിക്കിപ്പോൾ. അപ്പോൾ എടുത്തി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കേട്ടു ഇങ്ങനെ ഇതായിട്ട് പറയാം. അതൊന്നുമല്ല കാരണം ജലജയുടെ സ്ക്രൂ അല്ലാണ്ട് അങ്ങോട്ട് കയറുന്നില്ല, അതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ദേവേനി പോവാം. പിന്നെ കാണുന്നത് മറ്റേ അബീനെ പിടിച്ചും കൊണ്ട് പോവുകയാണ് നമ്മളുടെ
അപ്പോൾ നവ്യ പറയണേ എടുക്കണം, വെറുതെ എടുക്കുമ്പോൾ അതിൻ്റേതായ വ്രതശുദ്ധിയോട് കൂടി എടുക്കണം. നീ എന്താ ചെയ്തത്, നീ ചെയ്തത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നീ എന്താ എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇപ്പടിയാണെന്ന് അറിയാം. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, കൊതുകടിച്ചിട്ട് പിന്നെ എൻ്റെ പേഴ്സും എൻ്റെ ഫോണും എൻ്റെ അതും ഇതൊക്കെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, നിനക്ക് എത്രയല്ലേ സംഭവിച്ചുള്ളൂ, എനിക്കറിയാമായിരുന്നു നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു, അങ്ങോട്ട് ഞാൻ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു എന്ന് പറയും. നിനക്ക് ജ്യൂസ് എന്തെങ്കിലും വേണോ കുടിക്കാൻ അറിയുമ്പോൾ ഒന്നും വേണ്ട അറിയും. എന്നിട്ട് അവനവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്നിട്ട് അവൾ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പറയും, ഇവളെയും കൂടെ പിന്നെ എൻ്റെ ജീവിതത്തിലൊന്ന് ഒഴിവാക്കി തരണം അയ്യപ്പസ്വാമി എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പ്രാർത്ഥിച്ചത്, അതിനങ്ങോട്ട് എത്താൻ തന്നെ പറ്റിയില്ല എന്നിങ്ങനെ അവൻ സ്വയം പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദർശ് ഇങ്ങോട്ട് വരികയാണ്, നയനയെ കാണാൻ വേണ്ടി വരിക. അപ്പോൾ പ്രസാദമൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും കാറിൻ്റെ ഹോൺ അടിക്കുമ്പോൾ പുള്ളിങ്ങനെ നോക്കിയിട്ട് പറയും, അമ്മയും ആദർശേട്ടൻ വന്നു എന്ന് പറയുകയാണ് നമ്മുടെ നയന. അപ്പോൾ ആദർശം അങ്ങോട്ട് കയറി വരും. ഇപ്പോൾ മോനെ എന്ന് പറഞ്ഞിട്ട് ജലജിയും ഗോവിന്ദനൊക്കെ കൂടെ വരിക. അപ്പോൾ പറയും, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ യാത്ര? പറഞ്ഞു, അബിക്കുള്ള ഈ പ്രശ്നമുള്ളത് കൊണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഞങ്ങൾക്കൊക്കെ സുഖമായിട്ട് തൊഴുതു. പിന്നെ മണ്ഡലകാലം ഇതൊക്കെ കഴിഞ്ഞത് കാരണമാണെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് തൊഴാനൊക്കെ നേരെ പറ്റി എന്നൊക്കെ, അയ്യപ്പസ്വാമി ദർശനം നന്നായി കിട്ടി എന്നൊക്കെ പറയും. അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറയാം. ഇനിയിപ്പോൾ എന്താ നിൻ്റെ പ്ലാൻ നോക്കിയാണ് നയനോട്. അപ്പോൾ അമ്മയെ കണ്ടിരുന്നു അമ്പലത്തിൽ വെച്ച്, പക്ഷെ അമ്മ ഒന്നും മിണ്ടിയില്ല എന്ന് പറയും. അപ്പോൾ മോൻ വാങ്ങി തന്ന വീടല്ലേ ഇത്, അപ്പോൾ മോൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരും പോവുകയും ചെയ്യാമല്ലോ, ഇപ്പോൾ ഈ ഇതിൽ മോളെ അങ്ങോട്ട് പറഞ്ഞയക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അല്ല, ഞാൻ കൊണ്ടുപോകാൻ വന്നതൊന്നുമല്ല അമ്മേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ സംസാരിക്കുമ്പോൾ പിന്നെ നയന് പറയും, ഏട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിക്കുക. പറയും, ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ആമിയെല്ലാം ഒക്കെ കഴിഞ്ഞില്ലേ പരിപാടി, എല്ലാം മലയിൽ പോയി മാല ഊരി എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ പറയും, അയ്യോ നിനക്ക് വയ്യാത്തതല്ലേ, ഞാനത് മറന്നു എന്ന് പറയും. അപ്പോൾ പറയും, നീ വരുന്നോ വീട്ടിലേക്ക് പറയുമ്പോൾ, ഇല്ല അമ്മയെ കണ്ടിട്ട് അമ്മ എന്നോടൊന്നും മിണ്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ ഞാൻ ഇങ്ങോട്ട് പോരുകയെന്ന് പറഞ്ഞപ്പോൾ അമ്മ എതിർത്തൊന്നും പറഞ്ഞില്ല, സാധാരണ എതിർത്ത് പറയുന്നതാണ്, അമ്മ ഒന്നും എതിർത്തൊന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ, ഇത് എന്തായാലും ആദർശേട്ടൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത വീട്, അച്ഛന് വാങ്ങിക്കൊടുത്ത വീടല്ലേ, അപ്പോൾ ആദർശേട്ടൻ്റെ വീട് തന്നെയാണല്ലോ ഇത് അറിയും. അങ്ങനെ പറയണ്ട, ഇത് അച്ഛനും അമ്മയ്ക്കും വാങ്ങിക്കൊടുത്ത വീട്, അവരെ വീടാണ്, അപ്പോൾ ഇതിൻ്റെ ഭാര്യ വീട് തന്നെയാണ് എന്നൊക്കെ പറയും. അങ്ങനെ അവരുടെ സ്നേഹ സംഭാഷണങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താ ഈ കുട്ടി നന്ദു സ്കൂട്ടറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാം ഒരു കാറ് വന്ന് പെട്ടെന്ന് വട്ടമിടും, അവന് മുന്നിൽ നിർത്തുക. അപ്പോൾ അവൾ വേഗം വണ്ടി നിർത്തുമ്പോൾ അവൾ പറയും, ഓ ഇതൊരു 4 പെണ്ണ്, ഞാൻ വിചാരിച്ചു ഭയങ്കര 5-6 അടി പൊക്കമുള്ള ഒരു പെണ്ണായിരിക്കും എന്നാണല്ലോ വിചാരിച്ചത്, ഇതൊരു 4 പെണ്ണാണല്ലോ പറയും. ഇപ്പോൾ അവളിങ്ങനെ നോക്കും, മുന്നിൽ നിന്ന് വണ്ടി എടുത്ത് മാറ്റടാ എന്ന് പറയും. അതിൽ വാ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവളെ ഇതാക്കുമ്പോൾ അവളൊരൊറ്റ ചവിട്ടാണ്ട് കൊടുക്കും. അങ്ങനെ അവിടുത്തെ അടിയാണ്. പക്ഷേ എന്താ വെച്ചാൽ അവൾക്ക് അധികം നേരം പിടിച്ച് നിൽക്കാൻ പറ്റില്ല, കാരണം കാറിൽ ഡ്രൈവ് ചെയ്ത് വന്ന ഒരുത്തൻ അവളുടെ തലയ്ക്കൊരു അടി അടിച്ചിട്ട് അങ്ങനെ അവളെ തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ് കേട്ടോ. അവൾക്ക് പക്ഷേ പിന്നെ നിന്നുള്ള അടി ആയതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മറ്റേത് അവരോട് അടിച്ച് നിൽക്കുക തന്നെയായിരുന്നു അവൾ. അങ്ങനെ അവളെ കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. പിന്നെ കാണുന്നത് നമ്മളുടെ പിന്നെ ആദർശും എന്താ പറയുക, അല്ല ആദർശല്ലേ സോറി, നയന സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആദർശിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദർശിനോട് ചോദിക്കും, അവളിങ്ങനെ ചിന്തിക്കുകയാണ്, ആദർശം അവളും കൂടെ ബൈക്കിൽ പോണതും സംസാരിക്കുന്നതും അങ്ങനെയുള്ളൊക്കെ നല്ല അവരുടെ സന്തോഷകരമായ ആ നിമിഷങ്ങളുണ്ടല്ലോ, അതിങ്ങനെ മനസ്സ് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ ആദർശ് അപ്പോൾ അവളെ വിളിക്കുകയാണ്, ഫോൺ എടുക്കും, സംസാരിക്കുകയാണ്. പിന്നെ എന്താണ് നീ ഞാനിപ്പോൾ വിചാരിച്ചതുള്ളൂ പറഞ്ഞപ്പോൾ ആരെയെന്ന് വയ്ക്കുമ്പോൾ ആദർശേട്ടൻ അല്ലാണ്ട് അപ്പോൾ ആരെ ഞാൻ വിചാരിക്കേണ്ടതെന്ന് വയ്ക്കും. അപ്പോൾ ഞാൻ പിന്നെ എന്ത് പറയണു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ദേവയാനി അപ്പോഴേക്കും ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്നത് ഇയാൾ കാണുന്നില്ല. അപ്പോൾ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ, ഞാൻ ഓക്കെയാണ് ഇപ്പോൾ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതിൽ ഓടിച്ചാടി നടക്കൊന്നും വേണ്ട, വേണമെങ്കിൽ വീടിൻ്റെ ചുറ്റും നടന്നാൽ മതി, നീ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും പിന്നിൽ കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യം ഓക്കെയാണ്, ഇനി അമ്മയെ ശ്രദ്ധിച്ചാൽ മതി, പിന്നെ അമ്മയുടെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് പറയുമ്പോൾ, അമ്മയോ നിൻ്റെയും കാര്യം ഞാൻ ശ്രദ്ധിക്കണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ നയന പുറത്തു പോയ നന്ദുവിനെ കാണാഞ്ഞിട്ട് ഇവർ ആകെ വിരലി പിടിച്ചിരിക്കുകയാണ്. എവിടെ നന്ദു, എന്താ കാരണം സാധാരണ ഈ നേരത്ത് കുട്ടി ഉച്ച 12 മണിയാകുമ്പോഴേക്കും വരുന്നതല്ലേ, കുട്ടി വന്നിട്ടില്ല, എവിടെ പോയി എന്നുള്ളതിൽ വിളിക്കുക. അപ്പോൾ
ഇനി കാരണം അവളെ അടിച്ച് ഇവിടുന്ന് പറഞ്ഞയച്ചതല്ലേ ഇന്ന് അനാമികേനെ. ഇനി അവർ വല്ല ഇതും കൊടുത്തോ, ഒരു പ്രാവശ്യം തന്നെ ഗുണ്ടകളെ ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അവർ വല്ല ഇതും കൊടുത്തോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അറിയാം, അവൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവൾ നല്ലോണത്തെ ഫൈറ്റ് ചെയ്യുന്നതാണിത്. പിന്നെന്ന് വന്ന് ആക്രമിക്കുമ്പോഴാണ് അവൾക്ക് ഇതായി പോവുക എന്നൊക്കെ നയന പറയും. അപ്പോൾ മോളെ ഒന്നും കൂടെ വിളിച്ച് നോക്കുക പറയും. ഞാൻ വിളിച്ച അമ്മ, ഒരുപാട് വിളിച്ചു, കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കും. കൂട്ടുകാരെയൊക്കെ വിളിച്ചു, പക്ഷേ അവിടത്തേക്കൊന്നും അവരുടെ അടുത്തേക്കൊന്നും അവൾ ചെന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനി എന്താ ചെയ്യാറ്, നമുക്ക് കുറച്ച് നേരം കൂടെ കാക്കാം, എന്നിട്ട് നമുക്ക് ആദർശേട്ടനെ വിളിക്കാം എന്ന് പറയുകയാണ്. ആദർശേട്ടനോട് വിവരങ്ങൾ പറയാം എന്ന് പറയണം. പിന്നെയും അവളുടെ ഫോണിലേക്ക് ഇവർ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് നോട്ട് റീച്ചബിൾ, കാരണം ഫോൺ സ്വിച്ച് ഓഫാണ് അവളുടെ. അപ്പോൾ ഇവർ ആകെ വിഷമിച്ചിരിക്കുക, എങ്ങോട്ടാവും പോയിട്ടുണ്ടാവുക എന്നുള്ളതിൽ. കാരണം ഒറ്റയ്ക്ക് പോകരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത് ഓരോരോ പ്രശ്നങ്ങളാണ്. ഒറ്റയ്ക്ക് പോകരുത്, എപ്പോഴും കൂട്ടുകാരെ കൂട്ടി പോകണം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ അവരിങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം നമ്മളുടെ നന്ദുവിനെ പിന്നെ ഒരു റൂമിൻ്റെ ഉള്ളിൽ പിടിച്ച് കയ്യും കാലൊക്കെ കെട്ടിയിട്ട് വായ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇരിക്കുന്നുണ്ടാവും. അവളിങ്ങനെ കാലൊക്കെ ഇങ്ങനെ അഴിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റില്ല. അങ്ങനെ കാരണം നന്ദുവല്ലേ, പേടിക്കൊന്നും ഇല്ലായിരിക്കാം. എന്തായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നന്ദുവിനെ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ പത്രമായിട്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷെ ദേവയാനിക്കിപ്പോൾ പഴയ ആ ഒരു ഇതൊന്നുമില്ല, കുറേ കുറഞ്ഞു. അവളുടെ ദേഷ്യവും വാശിയും ഒക്കെ കുറേ കുറഞ്ഞ ഒരു ഇതാണ് കാണുന്നത്. എന്തായാലും നല്ല എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ്. കാണാൻ മറക്കരുത്, എല്ലാവർക്കും കാണണം. പിന്നെ അതുപോലെ എൻ്റെ ചാനലിൽ വേറെ വീഡിയോസ് ഞാൻ ഇടുന്നത്, അതൊക്കെ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റും പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.